ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ പദ്ധതിയുടെ ആദ്യ സ്റ്റേഷന് തറക്കല്ലിട്ടു. പ്രധാനമന്ത്രി UAE ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദാണ് സ്റ്റേഷന് ചിലയിട്ടത്. എമിറേറ്റിലെ ഗതാഗത മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയാണ് ബ്ലൂ ലൈൻ. നിലവിൽ റെഡ് ഗ്രീൻ പാതകളിൽ നടക്കുന്ന മെട്രോ സർവീസാണ് വൈകാതെ ബ്ലൂ ലൈനിൽ കൂടി യാഥാർത്ഥ്യമാകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷനാണ് ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് തറക്കല്ലിട്ടത്. 74 മീറ്റർ ഉയരത്തിൽ ഇമാർ പ്രോപ്പർട്ടീസാണ് സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ദുബൈയുടെ മറ്റൊരു ലാൻഡ്മാർക്ക് ഐക്കണായി പുതിയ സ്റ്റേഷൻ മാറുമെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ച വിവരം പങ്കുവച്ച് ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു. 5600 കോടി ദിർഹമാണ് ബ്ലൂ ലൈനിന്റെ ആകെ ചെലവ്. 30 കിലോമീറ്റർ ദൈർഘ്യമാണ് പാതക്കുണ്ടാകുക. ഇതോടെ ദുബൈയുടെ റെയിൽ ശൃംഖലയുടെ ആകെ നീളം 131 കിലോമീറ്റർ ആകും. സ്റ്റേഷനുകൾ 78 ആയി വർദ്ധിക്കും. ആകെ 14 സ്റ്റേഷനുകളാണ് ബ്ലൂ ലൈനിൽ ഉണ്ടാകുക. ഗ്രീൻ ലൈനിലെ ക്രീക്ക് സ്റ്റേഷൻ, റെഡ് ലൈനിലെ സെൻട്രൽ പോയിന്റ് സ്റ്റേഷൻ, ദുബായ് ഇന്റർനാഷണൽ സിറ്റി സ്റ്റേഷൻ 1 എന്നീ ഇന്റർചേഞ്ച് പോയിന്റുകളും ഉണ്ടാകും. ദുബായ് ക്രീക്കിന് മുകളിൽ 1.3 കിലോമീറ്റർ നീളമുള്ള ആർച്ച് ബ്രിഡ്ജ് നിർമ്മിക്കും. 28 ട്രെയിനുകളാണ് പാതയിൽ സർവീസ് നടത്തുക. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും മിർദിഫ്, അൽവർക്ക, ഇന്റർനാഷണൽ സിറ്റി 1-2, ദുബായ് സിലിക്കൺ ഒയാസിസ്, അക്കാഡമിക് സിറ്റി, റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ, ദുബായ് ക്രീക്ക് ഹാർബർ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എന്നീ 9 പ്രധാന പ്രദേശങ്ങളെ ബ്ലൂ ലൈൻ നേരിട്ട് ബന്ധിപ്പിക്കും. 2030ഓടെ 2 ലക്ഷം യാത്രക്കാരെ ഈ പാതയിൽ കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2040 ആകുമ്പോഴേക്ക് ഇത് 3,20,000 ഉയർത്തും. 2 ദിശയിലേക്കും മണിക്കൂറിൽ 46,000 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ ഗതാഗത നിരക്ക് 20% കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1, ദുബായ്.